ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഓണ വെക്കേഷനൊക്കെ പ്രമാണിച്ച് ഞങ്ങളിന്ന് ഫാമിലിയായിട്ട് ട്രിവാൻഡ്രത്തെ നമ്മുടെ അണ്ടർ വാട്ടർ അക്വ ടവർ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് ഒരുപാട് റീൽസിലും യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടു. തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇത് നമ്മുടെ ലുലു മോളിനടുത്താണ്. ഞങ്ങളൊരു വൈകിട്ടാണ് പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റും സെറ്റപ്പൊക്കെ കുറച്ചുകൂടെ നന്നായിരിക്കും. അതുപോലെ തിരക്കൊഴിഞ്ഞൊരു വൈകിട്ട് ടൈം. അങ്ങനെ ഞങ്ങളിതാ ഈ ബൈപ്പാസ് വഴി നേരെ പോകുമ്പോഴത്തേക്കും ലുലു മാളിന് കുറച്ചടുത്താണ്, ഒരു 100-200 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ലുലു മാളിന് ആയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മളിതാ കാറിൽ പോയി ഏതാണ്ട് സ്ഥലമെത്തി. ഇതാ കാണുന്നതാണ് അക്വേറിയത്തിൻ്റെ ഗേറ്റ്. അപ്പോൾ നമ്മൾ ഈ ബൈപ്പാസിൻ്റെ സൈഡിലായിട്ട് വണ്ടി നിർത്തിയിട്ട് പോകാനായിട്ടാണ് പ്ലാൻ. അപ്പോൾ അതിനകത്ത് തന്നെ ഈ കാർ പാർക്കിംഗ് ഏരിയയൊക്കെ ഉണ്ട്. ഞങ്ങളത് ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് വണ്ടി ഇവിടെ ബൈപ്പാസിൻ്റെ സൈഡിൽ ഒതുക്കിയിട്ട് അങ്ങ് ടണൽ കാണാനായിട്ട് പോകാനായിട്ടായിരുന്നു ഉദ്ദേശം. അങ്ങനെ വണ്ടി ഇവിടെ റോഡ് സൈഡിൽ ഒതുക്കി. ഇവിടെ യൂ ടേണും പറ്റത്തില്ല. നമ്മൾ പിന്നെ ആ വഴി പോകണമെങ്കിൽ വണ്ടി ഒരുപാട് ചുറ്റിക്കറങ്ങിയാണ് വരേണ്ടതെന്ന് തോന്നുന്നു. അങ്ങനെ വണ്ടി അവിടെ നിർത്തി കുട്ടീസിനെയും എടുത്ത് തോളിലിരുത്തി. ഇത് നമ്മുടെ അനുക്കുട്ടിയാണ്. അനുക്കുട്ടിയും തോളിലിരുത്തി നേരെ അവിടെ എത്തി. ഇതെന്താണ്, കാർഷിക നഗര മൊത്ത വ്യാപാര കേന്ദ്രം. ഇതെന്തോ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണ്. അപ്പോൾ അവിടെയാണ് ഈ ഷോ നടക്കുന്നത്. അങ്ങനെ അതിനകത്തോട്ട് നേരെ കയറി. അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ ഒരാൾക്ക് 120 രൂപയാണ്. 120 രൂപ 5 വയസ്സിനുള്ള താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യം. അങ്ങനെ ഗൂഗിൾ പേ എല്ലാം അക്സെപ്റ്റഡ് ആണ്. അവിടെ കയറി ഞങ്ങൾ മൊത്തം 8 പേരുണ്ടായിരുന്നു. അതിൽ 6 പേർക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. എടുത്തു. ഇതാ കാണുന്നതാണ് അതിൻ്റെ മുൻവശം. ഒരു ഷാർക്ക് തുറന്നിരിക്കുന്നത് പോലെയാണ്. അപ്പോൾ അതിനകത്തോട്ട് നേരെ കയറി ഇതിനകത്ത് ആ ടിക്കറ്റ് കാണിക്കുക, നേരെ കയറുക. അപ്പോൾ ഇതിൽ ഞങ്ങൾ 2 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാവരും 5 വയസ്സിന് മുകളിലുള്ളവരാണ്. അങ്ങനെ കയറി. ഇതാണ് ആദ്യം കാണുന്ന നമ്മുടെ ഒരു. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഇതിൻ്റെ പേര് PR എന്തോ ആണ് എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ. അതുപോലെ അടുത്ത് കാണുന്നത് ഇതാണ്. ഇതിൻ്റെ പേരെന്താണ്, ഇതെന്തോ സക്കർ കേ ടൈപ്പ് എന്തോ ആണ്. ഇതാണ് ഈ ടണലിൻ്റെ. നമ്മളവിടെ പുറത്ത് നിൽക്കുമ്പോൾ ഇതിനകത്ത് തന്നെ കയറാം. ഇത് നമ്മൾ പുറത്തുനിന്ന് ഉള്ള ദൃശ്യമാണ്. അടുത്തത് ടൈഗർ ഫിഷ്. ടൈഗർ ഫിഷ് ഒരു പ്രത്യേക ഭംഗിയാണ്. പല കളറിൽ ടൈഗറിനെ പോലെ ആ വരയുണ്ട്. ഇവിടെ പച്ച, മഞ്ഞ. ഇതും ടണലിൻ്റെ അകത്തുള്ള നമ്മൾ പുറത്തു നിന്നുള്ള വ്യൂ ആണിത്. അടുത്ത ഇത് മത്സ്യം. ഇതിങ്ങനെ സൈഡ് ഇങ്ങനെ ഓരോ ചില്ലുകൂട്ടിലായിട്ട് വൈറ്റ് ഓസ്കാറാണിത്. അങ്ങനെ ഒരുപാട് പല ഐറ്റം മത്സ്യങ്ങളുണ്ട്. അതിൻ്റെ പേരൊക്കെ എന്താണെന്ന് തന്നെ മിക്കതിനും അവരെഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഏഞ്ചൽ ഫിഷാണ്. ഏഞ്ചൽ ഫിഷും ഒരു പ്രത്യേക ഭംഗിയാണ്. പക്ഷേ ഇത് അരാപ്പൈമയാണെന്ന് തോന്നുന്നു. ഇതിനെയാണ് അവർ ആ ടണലിൻ്റെ അകത്തുള്ളതാണ്. അപ്പോൾ ഇത് ആമസോൺ കാടുകളിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേക ഐറ്റം. ഇതെന്താണ് ഹൈലൈറ്റ് എന്ന് അവിടെ പറയുന്നത്. അടുത്ത് ഇത് മറ്റൊരു മത്സ്യമാണ്. ഇതിൻ്റെയൊക്കെ പേര് തന്നെ എനിക്ക് ഇറക്കറിയില്ല. അങ്ങനെ ഇതാ ടണലിനുള്ളിലോട്ട് കയറുകയാണ്. അപ്പോൾ നമ്മുടെ ടണലിന് ഉള്ളിലോട്ട് കയറുമ്പോൾ നമ്മുടെ കുട്ടീസൊക്കെ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിള്ളേർക്കൊക്കെ എന്തായാലും 100% ഇത് ഇഷ്ടപ്പെടും. നമ്മുടെ അരാപ്പൈമയാണെന്ന് തോന്നുന്നു. ഇതാണിതാ മുകളിൽ കൂടെ നീന്തുന്നത്. ഇതുപോലെ എൻ്റെ മകനൊക്കെ, 4 മാസമായതേ ഉള്ളൂ. അവനൊക്കെ ഇത് നല്ല ഇൻട്രസ്റ്റോടെ അവൻ നോക്കുന്നുണ്ടായിരുന്നു അത്യാവശ്യം മീനൊക്കെ. അപ്പോൾ ഒരുപാട് ഐറ്റം മീനുകളുണ്ട്. ഇതിൻ്റെ പേര് പോലും എനിക്ക് ശരിയായിട്ട് അറിയില്ല. പക്ഷേ അതിൻ്റെ അകത്ത് നിൽക്കുമ്പോഴത്തേക്കും ഒരു വീഡിയോ, ഫോട്ടോഷൂട്ട്, അതുപോലെ നമ്മുടെ കണ്ണിന് തന്നെ കാണാനും ഒരു നല്ല രസമാണ്. അതുപോലെ ഇതും ഓസ്കാറാണെന്ന് തോന്നുന്നു. എന്തോ ഒരു ഐറ്റം മീനുകളൊക്കെയാണ്. നമ്മൾ ടണലിൽ ഇറങ്ങി പുറത്തിറങ്ങി. അടുത്ത 2 സൈഡുമുണ്ട്. എന്ന് വെച്ചാൽ ഇത് ഒരു സൈഡ് കറങ്ങി ടണലിനകത്തൂടെ കയറി അടുത്ത് മറ്റേ സൈഡ് പുറത്ത് വരണം. ഈ ഉണ്ടക്കണ്ണ മീനിൻ്റെ പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇതിൻ്റെ പേരൊക്കെ ആർക്കറിയാം. ഒരുപാട് മത്സ്യപ്രേമികളാണ്. അവർക്കൊക്കെ ഇത് ഉറപ്പായിട്ടും കാണാം. ഇത് സീബ്ര തിലോപ്പിയ. നമ്മുടെ നാട്ടിൽ ഇതിനെ സിലോപ്പിയ എന്നാണ് പറയുന്നത്. ഇതിന് തിലോപ്പിയ. ഇതും വേറെ ഏതോ ഐറ്റം. അങ്ങനെ മീനിൻ്റെ സെക്ഷനൊക്കെ കഴിഞ്ഞു. അടുത്തിവിടെ ഒരു ഫർണിച്ചർ. ഇനിയും ഒരുപാട് മേളയാണ്. ഇത് ഫർണിച്ചർ വിൽക്കാനുള്ളത്. അടുത്ത് വേറെ എന്തിൻ്റെ റിപ്പയർ. ഇത് ഗ്യാസ് എന്തോ അവരുടെ ഒരു എക്യുപ്മെൻ്റാണ്. അത് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസൊക്കെ എന്തോ സേഫ് ആയിരിക്കും. അടുത്ത ടാങ്ക് കഴുകാനുള്ളത്, വീട്ടു സാധനങ്ങൾ, ബുക്സ്, പിന്നെ ഇതെന്തൊക്കെയുണ്ട്, സ്വീറ്റ്സ്, ബേക്കറി ഐറ്റം, പലഹാരം, അങ്ങനെ ഒരുപാട് ഐറ്റം. ഇത് നമ്മുടെ ലേഡീസിനെ കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ കമ്മൽ, പൊട്ട്, അങ്ങനെ ഒരുപാട്. ഇത് ഏതോ കൈത്തറി സാരി, കൈത്തറി തുണികളുടെ മേള. ഇത് നമ്മുടെ നാടൻ മുട്ടായി, നമ്മൾ പണ്ട് കഴിച്ച പുളിമുട്ടായി, പിന്നെ ജോക്കർ മുട്ടായി, അങ്ങനെ ഒരുപാട് വെറൈറ്റി. നമ്മുടെ ഒരു കുട്ടിക്കാല നൊസ്റ്റാൾജിയ. പൊരിയുണ്ട, വെറൈറ്റി ഐറ്റങ്ങൾ, പല ടൈപ്പുള്ള മിഠായികൾ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്.
എല്ലാത്തിൻ്റെ വിലയും വലിയ വിലയെന്ന് പറയാനില്ല. ഇത് പലതരം ഗ്ലാസ്സുകൾ, ഇവിടെ ഗ്ലാസ്, ഭരണി, അങ്ങനെ ഒരുപാട് ഐറ്റം ഇവിടെ. അടുത്തത് നമ്മുടെ കുടുംബശ്രീയുടെ അച്ചാർ. ഇവിടെയും ഒരുപാട് വെറൈറ്റി അച്ചാറുകളുണ്ട്, പല ടൈപ്പ്. ഇത് നമ്മുടെ ചെറിയ ഫാൻസി വാച്ചുകൾ, ഇത് കുട്ടികൾക്കായിട്ടുള്ള ടോയ്സ്, അങ്ങനെ ഒത്തിരി ഐറ്റം ഇവിടെ ഉണ്ട്. അടുത്തത് എന്തോ കാർപ്പറ്റ്, അങ്ങനെ എങ്ങാണ്ടാണ്. ഇവിടെ ഒത്തിരി വിപണിയായിട്ട് ഒത്തിരി സാധനങ്ങളുണ്ട്. ഇതെന്തോ മറ്റേ കൊതുകിനെ പോക്കാനുള്ളതെന്നാണ് അവരെഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ അടുത്തൊരു പെറ്റ് ഷോ ആണ്. ഇവിടെ ഇപ്പോൾ മെയിനായിട്ട് ഈ കിളികളും, ഇതിനെന്തോ ഒരു ചെറിയ ടിക്കറ്റ്, ഇതിനടുത്ത് തന്നെ ഒരു കൗണ്ടറുണ്ട്, അതിനെന്തോ ചെറിയ ടിക്കറ്റ് കൊടുത്ത് പെറ്റ്സിനെ കാണാൻ കയറണം. ഇത് നമ്മുടെ ഈ പാമ്പ്, ഓന്ത്, ഇതിനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. ഫോട്ടോ അവരെടുത്ത് തരത്തില്ല, 100 രൂപ എങ്ങാണ്ടാണ് അവർ ചാർജ് വാങ്ങിയത്. ഇതൊന്ന് തോളിലെടുക്കും, നമുക്ക് നമ്മുടെ മൊബൈലിൽ ഫോട്ടോയോ റീലോ ഷൂട്ട് ചെയ്യാം അതിനുവേണ്ടി. ഇതിനടുത്തൊരു ഫുഡ് കോർട്ടാണ്. ഇവിടെ നമ്മുടെ പൊട്ടറ്റോ റോൾ, പാനിപൂരി, പിന്നെ എന്താണ് ചില്ലി ഗോബി ഫ്രൈ, അങ്ങനെ എന്തൊക്കെ ഒരുപാട് ഐറ്റം ഉണ്ട്. ഞാൻ ആണെങ്കിൽ ആദ്യം പോയി ഒരു വടാപ്പാവ്, ഇതിൻ്റെ വടാപ്പാവല്ല വേറെ എന്താണോ ഒരു പേര് പറഞ്ഞത്, ഒരു വടാപ്പാവും അത് കഴിഞ്ഞ് തന്നെ ഒരു പാനിപൂരിയും ട്രൈ ചെയ്തു. പിന്നെ പിള്ളേർക്കെങ്ങാണ്ട് മറ്റേത് ഉരുളക്കിഴങ്ങ്, അതിൻ്റെ സംഭവം. ഇത് കഴിയുമ്പോഴത്തേക്കും ഒരു ഗാർഡനാണ്. അപ്പോഴും ഏതാണ്ട് സമയം രാത്രിയായി. ഗാർഡൻ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴത്തേക്കും ജെയിൻറ്റ് വീലുണ്ട്. ഞാൻ ജെയിൻറ്റ് വീലിൽ 100 രൂപയായിരുന്നു ടിക്കറ്റ്. എനിക്ക് ജെയിൻറ്റ് വീലൊന്ന് താല്പര്യം ഉണ്ടായിരുന്നു. ജെയിൻറ്റ് വീല് കയറി വേറെ അന്നലുഞ്ഞാലും എന്തൊക്കെയോ പരിപാടിയുണ്ട്. നമ്മൾ പിന്നെ ഉടനെ അത് കഴിഞ്ഞ് ഇറങ്ങി. പിന്നെ അടുത്ത് ലുലു മാളായതുകൊണ്ട് ലുലു മാളിലും പോയി ഒരു ചെറിയ ഷോപ്പിങ്ങും കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു വ്ളോഗ് വൈൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലുലു മാളിൽ കയറി കറങ്ങി. ലുലു മാളിന് തൊട്ടടുത്താണ്. അപ്പോൾ എല്ലാവരും